നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ഒരിടത്ത് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണെങ്കിൽ വിളിച്ചും പോകാം, വിളിക്കാതെയും പോകാം, അറിഞ്ഞും പോകാം. എന്നാൽ ഒരു മംഗളകർമ്മത്തിന് ക്ഷണിച്ചവർ മാത്രം പോകുന്നതല്ലേ ബുദ്ധി? അപ്പോൾ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു മംഗളകർമ്മം അല്ലേ? അതിൽ നടക്കാൻ പോകുന്ന ഒരു നല്ല കാര്യമാണെന്ന് തന്നെയാണ് ക്ഷണിച്ചില്ലേ എന്ന തൻ്റെ വി.ഡി. സതീശൻ്റെ കരച്ചിൽ നിന്ന് വ്യക്തമായത്. ഇനി വന്നിട്ട് പ്രധാനമന്ത്രി നേരിട്ട് ചോദിക്കൂ, എവിടെയാ സതീശൻ എന്ന പുലിക്കുട്ടിയെന്ന്? അപ്പോൾ സ്ഥലത്തില്ലേ എന്ത് ചെയ്യും? അതാണോ സതീശൻ്റെ അങ്കലാപ്പിന് കാരണം? ഇനി കാര്യത്തിലേക്ക് കടക്കാം. പരാതിയും പരിഭവവും തീരാത്ത ഒരു ഓൾഡ് പീസ് നേതാവ് കേരള രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ അത് മറ്റാരുമല്ല, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെയാണ്. ഒരു കൂട്ടം പരാതിയാണ് സതീശനുള്ളത്. മാധ്യമങ്ങളോടാണ് സതീശൻ്റെ പരാതിയുടെ കെട്ടഴിച്ചിരിക്കുന്നത്. ആ പരാതി ഒന്ന് കേട്ടു നോക്കിയാലോ? എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുള്ളത്, നിങ്ങൾ കോൺഗ്രസിനോട് മാത്രമേ ഇത് ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? നിങ്ങൾ എന്തുകൊണ്ടാണ് M.V. ഗോവിന്ദനോട് CPM സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചോദിക്കാത്തത്? ഞങ്ങൾക്ക് കൈ ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന അന്ന് തന്നെ CPM-നോട് നിങ്ങൾ ചോദിക്കുക. UDF കൊണ്ടുവന്ന വിഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് LDF സ്വന്തമാക്കുന്നത് ശരിയാണോ? എന്തായാലും പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിലേക്ക് തിരുവനന്തപുരം സ്വദേശി അല്ല, തിരുവനന്തപുരത്തിൻ്റെ MP ശശി തരൂരിനും വിഴിഞ്ഞ MLA ആയ M. വിൽസണിനും ക്ഷണമുണ്ട്. അപ്പോൾ പറവൂറുകാരൻ സതീശ ആരായി? പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സംസ്ഥാന സർക്കാർ അയച്ച ഗസ്റ്റ് ലിസ്റ്റിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പേര് നൈസ വെട്ടിയത്. ശരിക്കും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും സതീശൻ്റെ അവസ്ഥ ഇതാണല്ലോ. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞ സംസ്ഥാനം ചെയ്തത് മോശമാണ്. പ്രതിപക്ഷ നേതാവാണ് സതീശൻ എന്ന് ഓർക്കണമായിരുന്നു. ആ പദവിക്കൊരു മാന്യതയുണ്ട്. അതെങ്കിലും ഓർത്ത് സതീശനെ കൂടി വിഴിഞ്ഞ ഉദ്ഘാടനത്തിന് ക്ഷണിക്കണമായിരുന്നു. ശരിക്കും മാധ്യമങ്ങൾക്കാണോ അതോ സതീശനാണോ മറ്റു പാർട്ടിക്കാരോട് ചോദിക്കാനുള്ളതെന്നറിയില്ല. സതീശൻ്റെ ആവേശം കണ്ട കൃത്യമായി മനസ്സിലാകാതെ സതീശനാണെന്ന്. സതീശൻ ചോദ്യം ചോദിക്കാനുള്ള ഒരു പേര് മാത്രമല്ല, അവരോട് ചോദിക്കാനുള്ള ചോദ്യം വരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ സതീശൻ്റെ ശത്രു ലിസ്റ്റിൽ പിണറായിയും കൂട്ടരുമാണ്. കാരണം BJPയുടെ അടുത്ത് സതീശൻ്റെ പരിപ്പ് വേവില്ല. കാരണം കാശ്മീർ ആക്രമണ സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ നെഞ്ചത്ത് കയറാൻ ശ്രമിച്ചതാണ്. ആ ശ്രമത്തെ തുടക്കത്തിൽ തന്നെ BJP RC വലിച്ചു കയറിയും കൈ കൊടുത്തു. സതീശന് ഇനി എന്തായാലും മാധ്യമങ്ങളോട് പറയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പരാതി മറ്റൊന്നുമല്ല, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിൻ്റെ കമ്മീഷൻ ചടങ്ങിൽ നിന്നും തൻ്റെ പേരങ്ങ് വെട്ടിമാറ്റിയല്ലോ. പാവ സതീശ് എവിടെ ചെന്നാൽ ഇതാണല്ലോ അവസ്ഥ. പണ്ടേ അവഗണനയാണ്. അതായത് മാരാമൺ കൺവെൻഷനിലും വിളിച്ചിട്ടും സമയമായപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് അങ്ങ് പേര് വെട്ടി. ഇപ്പോൾ വിഴിഞ്ഞം കമ്മീഷനാണെങ്കിലോ ചടങ്ങ് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാണെന്ന് വിശദീകരിച്ചാണ് സതീശനെ ഒഴിവാക്കിയത്. വാർഷികാഘോഷം പ്രതിപക്ഷം നേരത്തെ ബഹിഷ്കരിച്ചതാണെന്നും അപ്പോൾ പിന്നെ സതീശനെ എങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സതീശൻ വിഴിഞ്ഞത്തെക്കുറിച്ച് എങ്ങനെ പരാതി പറയും? ഇനി സതീശന് മറ്റൊരു കാര്യം പറഞ്ഞ് വാദിക്കാം. അതെ, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയത് UDF സർക്കാരിൻ്റെ കാലത്താണ്. പിന്നെ ഞങ്ങളോട് പറയേണ്ട ഒരു കടമയില്ലേ? ഞങ്ങൾ പറയുമ്പോൾ ബഹിഷ്കരിക്കുന്നു, പക്ഷെ പറയേണ്ടത് നിങ്ങളുടെ കടമയാണ്. വരണോ വരണ്ടേ ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.